ഒന്നാമത്തെ പ്രത്യക്ഷതയാണ് ഈ രാത്രിയിൽ ചിന്തിക്കുന്നത്. യേശു ഈ ലോകത്തിൽ വന്നതുകൊണ്ട് നിവൃത്തിയായ 3 കാര്യങ്ങൾ. 1, പ്രവചനങ്ങൾ നിവൃത്തിയായി. 2, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ സമ്പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു. 3, പിശാചിൻ്റെ തലയെ തകർത്തു. ഈ 3 കാര്യമല്ലാതെ വേറൊരു കാര്യം നടന്നിട്ടില്ലേ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ട്. നമ്മുടെ വേദികളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഈ കാര്യങ്ങളൊന്നും ആകാൻ സാധ്യതയില്ല. നമ്മുടെ ബാനറുകൾ പോലും അങ്ങനെ അല്ലല്ലോ. നമ്മുടെ ബാനറുകളൊക്കെ പറയുന്ന കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, മുടന്തർ നടക്കുന്നു, ഒരെണ്ണം കൂടെ ഉണ്ട്, മരിച്ചവർ, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ യേശു ചെയ്യും. പക്ഷേ അതിനല്ല യേശു ലോകത്തിൽ വന്നത്. അതും തമ്മിലുള്ള വ്യത്യാസമല്ലോ മനസ്സിലായോ? അത് പറയാം. ഞാൻ 4 മണിയായപ്പം അടൂരിൽ നിന്നും കൊട്ടാരക്കരയ്ക്ക് പോകുന്ന ബൈപ്പാസിലാണ് ചായ കുടിച്ചത്. അങ്കമാലിയിലുള്ള ഒരാൾ എന്നെ ബസ്സിനകത്ത് കാണുകയും ചെയ്തു. ബസ്സിനകത്തല്ല, ഒരു ജീപ്പിൽ കൈവീശിച്ചു പോയി. ഇപ്പോൾ അദ്ദേഹം അങ്കമാലി ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇവിടെ നിന്ന് ചായ കുടിക്കുന്ന കാര്യം. പറയുന്ന ശൈലി ശ്രദ്ധിച്ചോളണം, തെറ്റാണെങ്കിൽ. ജോയി പാറയിൽ പാസ്റ്റർ അടൂരിൽ ചായയും പഴംപൊരിയും തിന്നാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ് സത്യം. ശരിയോ തെറ്റോ? സത്യമാണ്. അയാൾ കണ്ടതാ. അയാൾക്ക് എവിടെ പോയി പറയാം. പക്ഷേ ഇതിനകത്ത് അല്പം സംഗതിയുള്ളവർ അത് വിശ്വസിക്കുകയില്ല. കാരണം 250 രൂപ 1 വേ ടിക്കറ്റ് കൊടുത്ത് 10 രൂപയുടെ പഴംപൊരി തിന്നാൻ ഞാൻ അടൂർ വരെ വന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആൾപ്പാർപ്പുള്ളവർ വിശ്വസിക്കാൻ സാധ്യതയില്ല. അവരെങ്ങനെ വിശ്വസിക്കുമെന്നറിയാമോ? അങ്ങനെ അത് ചെയ്തു കാണും, പക്ഷേ വേറെ എന്തോ കാര്യത്തിന് പോയതാ. സത്യമാ. ഞാൻ ഈ യോഗത്തിന് വന്നതാ. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. വന്നപ്പോൾ അത് ചെയ്തു, അതൊരു സത്യമാണ്. തീർത്തു പറഞ്ഞോട്ടെ, വിഷമിക്കരുതേ. യേശു ലോകത്തിൽ വന്നത് ഇവിടെ ആളുകൾ പറയുന്ന പോലെ ലോകത്തിലുള്ള സകല രോഗികളെ സൗഖ്യമാക്കാനൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ കാലഘട്ടത്തിൽ 3 കുരുടന്മാർ, 3 മരിച്ചവർ, വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? യേശു വന്നത് മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ പരിഹരിച്ച് നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നവന്റെ കരം പിടിച്ചവന് നിത്യതയിലെത്തിക്കാനുള്ള ദൈവിക പദ്ധതിയുടെ സാക്ഷാത്കാരമാണ് കാൽവറിയിലെ ക്രൂശ്. അതിന്റെ കൂടെ അതൊക്കെയാണ്. പണ്ടൊക്കെ നമുക്ക് 5-6 ഏക്കർ തെങ്ങിൻ തോട്ടമൊക്കെ കാണും. 5ന്റെ മോട്ടോർ ഒക്കെ മോണോ ബ്ലോക്ക് പമ്പ് സെറ്റൊക്കെ വെച്ച് ആകാശമോ എന്തെങ്കിലും ആകട്ടെ നനയ്ക്കാറുണ്ട്. തെങ്ങിൻ്റെ ചുവടൊക്കെ എടുക്കുമ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ മണ്ണിങ്ങനെ കൂന കുട്ടി ആ തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു മഞ്ഞൾ, ഒരു കാന്താരി ഒക്കെ നടാറുണ്ട്. ആ വെള്ളം ഇങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും കാന്താരി പറയൂ എന്നെ നനയ്ക്കാനാണ് ഇയാൾ 5ന്റെ മോട്ടോർ വെച്ചിരിക്കുന്നത്, നിന്നെ നനയ്ക്കാനല്ല, ഇതെങ്ങ് നനയ്ക്കാനാ. പിന്നെ അത് നനയുമ്പോൾ കൂടെ ഇത്രേ ഉള്ളെന്ന് അംഗീകരിക്കുന്നവർ മാത്രം സ്വത്രം പറഞ്ഞേച്ചാൽ മതി. അതുകൊണ്ട് രോഗം മാറിയാലും ഇല്ലെങ്കിലും, പ്രശ്നങ്ങൾ മാറിയാലും ഇല്ലെങ്കിലും, നരകത്തിൽ പോയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത്. അത് കലർപ്പില്ലാത്ത ദൈവവചന സത്യമാണത്. അതുകൊണ്ടാണ് യേശു ഉറക്കെ, ഏതായി ഉറക്കെ, 1 സ്വർലോകം, 2 ഭൂലോകം, 3 അധോലോകം. എവിടാ? ഫിലിപ്പ് ലേഖനം, കനോട്ടിക് പാസേജ്.
അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒരിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തിയ മരണത്തോളം ക്രൂശിലെ മനസ്സനുള്ളവനായി തീർന്നു. അതുകൊണ്ട് പിതാവിനെ ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി. 1 സ്വർലോകരുടെയും, 2 ഭൂലോകരുടെയും, 3 അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. എങ്ങനെ പതുക്കെ പറയും? 3 ചക്രത്തിന്റെ വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത 2-3 പേർ മുക്കിയും മൂളിയും ചുമന്നുകൊണ്ടുപോയി ഏതെങ്കിലും ഒരു മൂലക്കിരുത്തുന്ന കുട്ടി ദൈവത്തെ പ്രസംഗിക്കുവാനല്ല ഈ പന്തലും ഞങ്ങളും വന്നിരിക്കുന്നത്. മറിച്ച് 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായൊരു നാമമുണ്ടെങ്കിൽ ആ നാമത്തെ സ്തുതിക്കാനാണെന്ന് ആവേശത്തോടെ പറയുമ്പോൾ കരമടിച്ച് പ്രതികരിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. എല്ലാ നാവും യേശു ഭൂലോകത്തിന്റെ പേരാ. ജനത്തെ പാപങ്ങളിൽ രക്ഷിപ്പാനായിട്ട് നീയവന് യേശു. അടൂർക്കാർക്ക് പരിചയപ്പെടാൻ കൊടുത്ത പേരാ യേശു. ക്രിസ്തു യഹൂദനും പാതാള ലോകത്തിലുള്ളവരും വിശ്വസിക്കുന്ന പേരാ മശിഹ. കർത്താവ് സ്വർലോകത്തിൽ അവനെ വിളിക്കുന്ന പേരാ കർത്താവ്. 3 ലോകവും കൂടെ ചേർന്നൊരു പേര് പറയുകയാണ് യേശു ക്രിസ്തു കർത്താവ്. ഈ ഭൂലോകത്തിലെ യേശു, അധോലോകത്തിലെയും യഹൂദന്റെയും ക്രിസ്തു, സ്വർലോകത്തിലെ കർത്താവ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. 3 ലോകത്തിനും 3 കാലത്തിനും ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. യേശു മാത്രമാണ് ക്രിസ്തു, ക്രിസ്തു മാത്രമാണ് കർത്താവ്, കർത്താവ് മാത്രമാണ് യേശു, യേശു മാത്രം കർത്താവ്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ നിവൃത്തിയായി. എന്തോന്ന്? പ്രവചനങ്ങൾ. നമ്മോട് ലോകത്തിലേക്ക് നോക്കി യേശു പറഞ്ഞു, മനുഷ്യവർഗത്തോട് പറഞ്ഞു, നിവൃത്തിയായി നിങ്ങളുടെ പാപങ്ങൾ. മനുഷ്യനെ നോക്കി പല്ലിളിച്ച് നിൽക്കുന്ന മരണാധികാരിയായ പിശാചിൻ്റെ മുഖത്ത് നോക്കിയിട്ട് യേശു പറഞ്ഞു, നിവൃത്തിയായി, മരണാധികാരത്തെ ഞാൻ മറിച്ചിട്ടിരിക്കുന്നു. 3 ലോകവും കേൾക്കേണ്ട പ്രഖ്യാപിത വചനമാണ് നിവൃത്തിയായി എന്നുള്ളത്. അതിൻ്റെ 3 വശങ്ങൾ ഒന്ന് ഓടിച്ച് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമ്പർ 1, ഒന്നാമത്തെ പ്രത്യക്ഷതയുടെ 3 സാധ്യതകളിൽ ഒന്നാമത്തെ കാര്യം, യേശു ഭൂമിയിൽ വന്നതുകൊണ്ട്, ക്രൂശിൽ മരിച്ചതുകൊണ്ട്, നിവൃത്തിയായതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ പ്രവചനങ്ങൾ നിവൃത്തിയായി. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്നു, ശ്രദ്ധിക്കുക. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കണേ. ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു. ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ. ദൈവം പണ്ട് ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയാം, പഴയ നിയമത്തിലും ആരുണ്ടെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം യേശു ഉണ്ടെന്നാ. അതൊക്കെ ഇപ്പോൾ എല്ലാവരുമാണെന്നറിയില്ല. കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പഴയ നിയമം നമുക്ക് ആവശ്യമില്ല. എല്ലാവരുമല്ല, ആരാണ്ടൊക്കെ പറയുന്നുണ്ട്, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് പഴയ നമുക്ക് ആവശ്യമില്ല. കുറേ നാൾ മുമ്പ് വേറൊരാൾ പറയുന്നത് കേട്ടു എന്ന് ഞാനും കേട്ടു, പുതിയ ദൈവവും നമുക്ക് ആവശ്യമില്ലെന്ന്. എന്താ കാര്യം? നമ്മൾ അപ്പോസ്തോലിക സഭയാണ്. അപ്പോസ്തലന്മാർ ബൈബിളൊന്നും വെച്ചല്ലല്ലോ പ്രസംഗിച്ചത്. പത്രോസൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞല്ലയോ പറഞ്ഞത്. ഇത് കേട്ട ഒരാൾ എന്നോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് എന്തോ പറയുന്നു.
പഴയ നിയമം ആവശ്യമില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് പുതിയ നിയമവും ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞവനെയും നമുക്ക് ആവശ്യമില്ല, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തൊരു കമൻ്റ് പറയാൻ എനിക്ക് കിട്ടിയില്ല. പഴയ നിയമത്തിൽ ആരുണ്ട്? യേശുവുണ്ട്. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്ന എങ്ങനെ? അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം ക്രിസ്തു വരെ 14, 14ൻ്റെ 3 സമം 42, അബ്രഹാം മുതൽ പിറയിലേക്ക് ആദാം വരെ 20, 42, 62, 42 തലമുള്ള ചരിത്രം നല്ല മണിമണിയായിട്ട് പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം ബൈബിൾ ആരംഭിക്കുന്നത്. പുതിയ നിയമത്തിൽ യേശു ഒരു കാര്യം പറഞ്ഞു, സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ പഴയ നിയമം നമുക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. പഴയ നിയമത്തിൽ യേശു ഉണ്ടോ എന്നറിയാൻ കുറച്ച് പഠിക്കുകയും പണിയെടുക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. പണ്ട് വളരെ കാവ്യാത്മകമായി ഒരു ചിന്തകൻ ഇതിനെ അവതരിപ്പിച്ചത് എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഈ വീട്ടിലുള്ളവർ ഈ വീട് വിട്ട് 1 മാസത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. അവർ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആദ്യം ചെയ്യുന്ന മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്നതാണ്. അതിനർത്ഥം ഈ വീട്ടിലേക്ക് കറണ്ട് വന്നു എന്നാണ്. പക്ഷേ വിസിറ്റിംഗ് റൂമിൽ ബൾബ് തെളിയണമെങ്കിൽ അവിടുത്തെ സ്വിച്ച് ഇടണം. ബെഡ്റൂമിൽ ബൾബ് തെളിയണമെങ്കിൽ അവിടുത്തെ സ്വിച്ച് ഇടണം. ഓരോ സ്ഥലത്തും ബൾബ് തെളിയണമെങ്കിൽ ഓരോ സ്ഥലത്തുമുള്ള സ്വിച്ച് ഇടണം. ഇതുപോലെ പഴയ നിയമത്തിലെ എല്ലാ പുസ്തകത്തിലും യേശുവെന്ന വെളിച്ചമുണ്ട്. സ്വിച്ച് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പണി തീരുമല്ലോ. ഉൽപ്പത്തി 3, 15, 16, 17 ഒരു സ്വിച്ച്. അവിടെ ചെന്നിങ്ങനെ ഞെക്കുമ്പോൾ ഒരു ബൾബ് തെളിയും. ആ ബൾബിൻ്റെ പേരാണ് സ്ത്രീയുടെ സന്തതി. പുറപ്പാട് പുസ്തകം 12:4 ചെന്നിട്ട് ഞെക്കണം. അപ്പോൾ ഏത് ബൾബ് തെളിയും? പെസഹ കുഞ്ഞാട്. ലേവ്യ പുസ്തകത്തിൽ 7 സ്വിച്ചാ. 7 വിധമായ യാഗങ്ങൾ. യാഗങ്ങൾ 5 ഉള്ളൂ. ചുവന്ന പശുക്കിടാവിൻ്റെ യാഗവും കരപൂരണ യാഗവും അടക്കം 7. ആ 7 സ്വിച്ചുമിട്ടാൽ 7 ബൾബ് തെളിയും, നിലവിളക്ക് പോലെ. സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറ, ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകൻ, യോശുവയുടെ പുസ്തകത്തിൽ സർവ്വസൈന്യാധിപൻ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 18 ന്യായാധിപന്മാർക്ക് മീതെ ന്യായപാലനം ചെയ്യുന്ന കർത്താവ്. 14 ശമൂവേലിനെയും ഏലിയെയും അവരുടെ മക്കളായ യോവേൽ, അബിയാവൊക്കെ ചേർത്താൽ 18 രൂത്തിൻ്റെ പുസ്തകത്തിൽ മധ്യസ്ഥനായ റോളാണ് യേശുവിനുള്ളത്. 1, 2 ശമൂവേലിൽ പ്രവാചക വരേണ്യൻ, 1, 2 രാജാക്കന്മാരിൽ 41 രാജാക്കന്മാർക്ക് മീതെ രാജ്യം ഭരിക്കുന്ന രാജാതി രാജാവ്, ദിനവൃത്താന്തങ്ങളിൽ കർത്താതി കർത്താവ്, യെസ്രായേൽ ശാസ്ത്രി, നെഹമ്യാവിൽ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപകൻ, എസ്തേറിൽ മധ്യസ്ഥൻ, നെഹമ്യാവിൽ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപകൻ, ഇയ്യോബിൽ കഷ്ടപ്പെടുന്ന മശിക, സങ്കീർത്തനങ്ങളിൽ ആടുകളുടെ വലിയ ഇടയൻ, സദൃശവാക്യത്തിൽ സർവജ്ഞാനി, സഭാപ്രസംഗിൽ സകലവും നിയന്ത്രിക്കുന്നവൻ, ഉത്തമയത്തിൽ സഭയുടെ മണവാളനും പ്രിയനും തോഴനും കാന്തനും, യെശയ്യാവ്, ഇരമ്യാവ്, യഹസ്കേൽ, ദാനിയേൽ തുടങ്ങിയ 4 വലിയ പ്രവാചകന്മാരും ശേഷിക്കുന്ന 12 ചെറിയ പ്രവാചകന്മാരും അടങ്ങുന്ന വിലാപങ്ങളുടെ പുസ്തകമടക്കമുള്ള 17 പ്രവചന ഗ്രന്ഥങ്ങളിൽ അവൻ യഹൂദ ജാതിയുടെ ചിരകാല പ്രതീക്ഷിത മശിഹ. തീർന്നില്ല. മത്തായിൽ രാജാവ്, മർക്കോസിൽ ദാസൻ, ലൂക്കോസിൽ മനുഷ്യപുത്രൻ, യോഹന്നാനിൽ ദൈവത്തിൻ്റെ പുത്രൻ, അപ്പോസ്തല പ്രവൃത്തിയിൽ സഭയുടെ ചരിത്രത്തിൻ്റെ നെടുന്തൂണ്, ലേഖനങ്ങളിൽ സഭയുടെ ഭാവി പ്രത്യാശ, കൈയടക്കത്തോടെ നമ്മുടെ കയ്യിൽ തന്ന വേദപുസ്തകം ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായിരിക്കുന്ന ക്രിസ്തു. അർത്ഥം, ഏതെങ്കിലും മലയാള മനോരമ പത്രത്തിലും മാധ്യമത്തിലും മംഗളത്തിലും മാതൃഭൂമിയിലും എഴുതിയവനെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. പുസ്തകത്തിൻ്റെ ചുരുളുകളിൽ എഴുതപ്പെട്ടത് കൊണ്ട് ലോകത്തിൽ വന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെയാണ് ഞങ്ങൾ പറയുന്നത്. 40-ാമത്തെ സങ്കീർത്തനം പുസ്തകത്തിൻ്റെ ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എഴുതപ്പെട്ടത് കൊണ്ട് ലോകത്തിൽ വന്ന
ഏകദൈവം. ഈ ദൈവം പണ്ട് ഭാഗം ഭാഗമായി, വിവിധമായി എന്ന് പറഞ്ഞെന്താ, വിവിധ സ്റ്റൈലിൽ, വിവിധ രീതികളിൽ. അതും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഭാവനാപരമായി പോയാൽ ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. 3 ദിവസം കഴിഞ്ഞാണ് ഉയർത്തത്. അപ്പൊ ആ 3 ദിവസം എവിടെ ആയിരുന്നു? ഒന്നാം പാതാളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഭൂമിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ക്രസ്റ്റ്, മാൻഡിൽ, കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ്. 35 കിലോമീറ്റർ ക്രസ്റ്റ്, 2870 മാൻഡിൽ, അടുത്തതാണ് ഉൾക്കാമ്പ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ 4 സ്ഥലങ്ങളിൽ ഒക്കെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് നമ്മൾ പറയുന്ന, ബൈബിൾ പറയുന്ന നരകം എന്നുള്ളത്. ഇയ്യോബ് 28:5 അത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒന്നാം പാതാളത്തിലേക്കാണ് യേശു പോയത്. ഈ ഒന്നാം പാതാളത്തിലേക്ക് യേശു ചെല്ലുമ്പം വളരെ മനോഹരമായി പഴയ ഉപദേശിമാർ അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒന്നാം പാതാളമാണെന്നിരിക്കട്ടെ, ഇപ്പോൾ ഇത് ഒന്നാം പാതാളം. അപ്പം ആദാം മുതൽ ഇങ്ങോട്ട് യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പം യേശു ക്രൂശിൽ മരിച്ചു. ഒന്നാം പാതാളത്തിൽ യേശു പ്രത്യക്ഷനായി. അപ്പം യേശുവിൻ്റെ നടുക്ക് പ്രത്യക്ഷനായി ഇരിക്കട്ടെ. യേശു നടുക്ക് പ്രത്യക്ഷനായാൽ ആരും എഴുന്നേറ്റ് പോകൂലേ? എഴുന്നേക്കും. ഒന്നാം പാതാളത്തിൽ എഴുന്നേക്കാൻ അല്പം മടി. ഒരു പക്ഷേ ഞാൻ എഴുന്നേക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കാവുന്ന ഒരാൾ ആരായിരിക്കും? ആദാമായിരിക്കാനാ സാധ്യത. ആദ്യ മനുഷ്യനാണല്ലോ, നരവംശകുലത്തിൻ്റെ ആളാണല്ലോ. ആ അവതരണം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. എല്ലാവരും സ്തബ്ധരായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യേശു മന്ദം മന്ദം ഈ ആദാമിൻ്റെ അടുത്തോട്ട് ചെല്ലുക. അടുത്തോട്ട് ചെല്ലുന്തോറും ആദാമിന് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. യേശു അടുത്ത് ചെന്നു, അറിയാതെ എഴുന്നേറ്റു. യേശുവിൻ്റെ ആദ്യത്തെ ചോദ്യം, എന്നെ അറിയുമോ? അതാണ്. അപ്പോൾ ആദാം ആലോചിച്ചിട്ട് പറഞ്ഞു, കണ്ട ഓർമ്മ വരുന്നില്ല. ഞാൻ 14,000 കൊല്ലം മുമ്പ് ജീവിച്ച ആൾ, ഇതിപ്പോൾ ജീവിച്ച ആൾ 10-31 വയസ്സ്, കണ്ട ഓർമ്മയില്ല. യേശു പറഞ്ഞു, എനിക്കറിയാം. ഞെട്ടിപ്പോയി ആദാം. ഇന്നലെ വന്ന പയ്യന് 4000 വർഷം മുൻപ് ജനിച്ച എന്നെ അറിയാമെന്നൊക്കെ പറയുമ്പം ആദാം ചോദിച്ചു, എവിടെ വെച്ച്? യേശുവിൻ്റെ മറുപടി. ഇതൊക്കെ ഭാവനാപരമാണ് കേട്ടോ, വേദപുസ്തകമൊന്നുമില്ല. ആദാമേ, ഏദൻ തോട്ടത്തിൽ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. പാപം ചെയ്ത ഓർമ്മയുണ്ടല്ലോ? അതൊക്കെ പറയാതെ ഞാൻ ഇച്ചിരി അന്തസ്സോടെ അവിടെ ജീവിക്കുക. ആട്ടെ, പാപം ചെയ്തപ്പം ആ മരത്തിൻ്റെ മറവിലേക്ക് പോയതും, അത്തി ഇല കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കിയതും, വെയിലാറിയപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ പാൻറ് പോലെ തുണി ആയതും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതും ഓർമ്മയുണ്ടോ? നാണം കെടുത്താനാണോ ഇങ്ങോട്ട് വന്നത്? കാര്യം പറ. ആ നഗ്നത മറയ്ക്കാൻ ഒരു മൃഗത്തിൻ്റെ തോലുകൊണ്ട് ഉടുപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഒരു തോലുണ്ടാകണമെങ്കിൽ ഒരു മൃഗം യാഗമാകണമെന്നുള്ളത് അറിയാമോ? അതും അറിയാം. ആ യാഗമൃഗം ആരാന്നറിയാമോ? ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്നെ അന്വേഷിക്കണ്ട. താങ്കൾ പോലും അറിയാതെ താങ്കളുടെ നഗ്നത മറക്കേണ്ടതിന് 1000കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആ ഇരുളിൽ യാഗമായി തീർന്ന ആ യാഗമൃഗമാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ ദൈവ കുഞ്ഞാട്. ഞെട്ടിപ്പോയി കാണും, സ്തബ്ധരായി നിന്ന് കാണും. ഇനി എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അബ്രഹാമിന്റെ അടുക്കൽ ചെല്ലാൻ സാന്റെ വിശ്വാസിലെ പിതാവാണല്ലോ. അബ്രഹാമിന്റെ അടുക്കൽ ചെന്നപ്പോഴേ അബ്രഹാം പറഞ്ഞു, മനസ്സിലായി. അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത് എന്ന് പറഞ്ഞാൽ നോക്കിയപ്പം അന്ന് ആ കോലാടിന്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടന്ന ആ കോലാട്ട് കൊറ്റനല്ലേ ഈ നിൽക്കുന്നത് 100% മാർക്ക്. ഇപ്പം മനസ്സിലായോ? പഴയ നിയമത്തിൽ ഓരോ പുസ്തകത്തിലും യേശു ഉണ്ടായിരുന്നു, ഓരോ ഭാഗങ്ങളിലും യേശു ഉണ്ടായിരുന്നു.
അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഇനി അങ്ങനെ ഒരു സംഭവമില്ല. ഇനിയുള്ളത് പുത്രൻ മുഖാന്തരമുള്ള അരുളപ്പാടാണ്. അർത്ഥം, ഇനി ഒരിക്കലും ഡിസംബർ 25 കടലാസ് വിളക്കിൽ യേശു ജനിക്കുകയില്ല. ഇനി ഒരിക്കലും മാർച്ച് അവസാനമോ ഏപ്രിൽ 2-ാമത്തെ ആഴ്ചയോ നിങ്ങൾ സിമന്റും കമ്പിയും കൂടെ കൂട്ടി കുഴച്ച കോൺക്രീറ്റിന്റെ കുരിശിൽ യേശു മരിക്കുകയുമില്ല. ഇനിയും മുറ്റത്തല്ല യേശുവിന് കൂടൊരുക്കേണ്ടത്, മനസ്സിനകത്താണ് യേശുവിന്റെ ഗേഹം ഒരുക്കേണ്ടത്. 2000 കൊല്ലം മുൻപ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി യേശു വന്നതുപോലെ ഇനി ഈ ലോകത്തിൽ രക്ഷിതാവ് വരാനില്ല. സർവജനത്തിനും ഉണ്ടാകുമുള്ള മഹാസന്തോഷം. ബേത്ലഹേമിൽ ജനിച്ചു, ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു. ഇനി ഒരു രക്ഷിതാവ് വരാനില്ല ലോകത്തിൽ. സ്വർഗത്തിലേക്ക് നോക്കി യേശു പറഞ്ഞു, പിതാവേ, ഞാൻ വരുമെന്ന് 39 പുസ്തകങ്ങളിലൂടെ പറഞ്ഞ 300-ലേറെ പ്രവചനങ്ങൾക്ക് ഞാൻ നിവൃത്തിയാക്കിയിരിക്കുന്നു. കരമുയർത്തി ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? നമ്മെ ബാധിക്കുന്ന 2-ാമത്തെ കാര്യത്തിലേക്ക് വരാം. എന്നോടും നിങ്ങളോടും കർത്താവ് മുഖത്ത് നോക്കി പറഞ്ഞു. ഭൂലോകത്തോട് യേശു പറഞ്ഞു, സ്വർലോകത്തോട് പറഞ്ഞു, പ്രവചനങ്ങൾ നിവൃത്തിയായി. നമ്മളോട് യേശു പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ സമ്പൂർണ്ണമായി പരിഹരിച്ചു, നിവൃത്തിയായി. അതല്ലേ പഠിക്കേണ്ടത്? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരാം ബ്രദറെ. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ ഒന്ന് വായിച്ച്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലാതെ കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അങ്ങനെ വായിച്ചാൽ നമുക്ക് ഒരു നാളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് ലളിതമാക്കിക്കോട്ടെ. ന്യായപ്രമാണം. എന്തോ ന്യായപ്രമാണം? ന്യായമായ പ്രമാണം. വരുവാനുള്ള നന്മകളുടെ, വരാനുള്ള നന്മ ഏതാ? നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവാ വരാനുള്ള നന്മ. ന്യായപ്രമാണം, പഴയ നിയമം, വരാനുള്ള യേശു ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലാത്തത് കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ഈ ഭാഷാ പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊന്ന് ലളിതമാക്കിക്കോട്ടെ. ന്യായപ്രമാണം ആചരിക്കുന്നവർക്ക് ഒരു കാലത്തും ശാശ്വതമായ പാപപരിഹാരമില്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം? കാര്യമുണ്ട്. ന്യായപ്രമാണം ഒത്തിരി പ്രശ്നങ്ങളുള്ളതാണ്. കൃത്യമായി എണ്ണി പറഞ്ഞാൽ 36 കുറവുകൾ ന്യായപ്രമാണത്തിനുണ്ട്. ലേവ്യ പുസ്തകം വായിച്ച് പഠിച്ചാൽ ആ 36 കുറവുകൾ മനസ്സിലാവും. ആ 36 കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന പുസ്തകമാണ് ഗലാത്യ ലേഖനം. അപ്പം കുറവുള്ളത് എന്തിനാ ദൈവം കൊടുത്തത്? ഉത്തരം, കുറവില്ലാത്തത് വരുന്നുണ്ട്, അതുവരെ പിടിച്ചു നിൽക്കണ്ടേ, അതിനു വേണ്ടി. 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയാൽ ആദ്യം പ്ലേറ്റും ടിഷ്യൂ പേപ്പറും വെള്ളമൊക്കെ വരുന്ന പോലെ ചപ്പാട് പിന്നെ വരുള്ളൂ. വിശന്ന് കുടലകത്തി ജീവൻ പോകുമ്പോഴേ ഭക്ഷണം വരുള്ളൂ. പിടിച്ചു നിൽക്കണ്ടേ? ഫസ്റ്റ് കോഴ്സ് ചിലതൊക്കെ വരും. പിടിച്ചു നിൽക്കാൻ തന്ന ന്യായപ്രമാണം. അത് ശിശുപാലകനെ പോലെയാണ്. അംഗൻവാടിയിൽ ആയ ഒരു കൊച്ചിനെ കൊണ്ടുവന്നാക്കിയാൽ ഡ്യൂട്ടി കഴിഞ്ഞു. അല്ലാതെ അവിടെ ഉച്ചയ്ക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവുണ്ട്, 4 മണിക്ക് കോഴിമുട്ട ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെറവൻ്റെ അവിടെ ഇരുന്നാൽ അതൊന്നും കിട്ടുകയില്ല. ഇതുപോലെ മനുഷ്യവർഗത്തെ കൃപയുടെ പ്രമാണത്തിൻ്റെ അടുക്കൽ കൊണ്ടെത്തിച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പം അതുവരെയുള്ള പ്രശ്നം എന്നാണെന്നറിയാമോ? ഒത്തിരി പ്രശ്നമുണ്ട്. അതെന്താണെന്ന് പറയാം. ഒന്ന്, ന്യായപ്രമാണം ആചരിക്കുന്നവർക്ക് ഒരു കാലത്തും പാപബോധമില്ല, പശ്ചാത്താപമില്ല. എന്താ എൻ്റെ കാര്യമൊന്നും കൂടെ പറയാം.
ഇതൊരു പള്ളിയാണെന്നിരിക്കട്ടെ, ഒരു വീടാ, യഹൂദൻ്റെ ആലയമാണെന്നിരിക്കട്ടെ. അപ്പോൾ യഹൂദൻ്റെ ആലയത്തിലേക്ക് ശബ്ബത്ത് ദിവസം ആളുകൾ ഇങ്ങനെ പള്ളിയിലോട്ട് വരിക. വരുമ്പോൾ നമ്മളെപ്പോലെ കയ്യും വീശി വരാൻ ഒക്കുകയില്ല. കയ്യിൽ എന്തെങ്കിലും വേണം. കുറുപ്രാവ്, കോലാട്ടുകൊറ്റൻ, കാള, ഇങ്ങനെ എന്തെങ്കിലും വേണം. അതൊക്കെ ഇല്ലാത്ത ഭാഗ്യം. ചുമ്മാ വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല, പിന്നാണ്. അപ്പോൾ ഒരാൾ 2 കുറുപ്രാവിനെയും കൊണ്ട് വരുമ്പം കലുങ്കയിൽ ചില ആളുകൾ ഇരിക്കുമല്ലോ. കലുങ്കയിൽ പണ്ടൊക്കെ നമ്മളൊക്കെ പെന്തിക്കൂസുകാരൊക്കെ നമ്മളൊക്കെ പണ്ട് ആരാധനയ്ക്ക് പോകുമ്പം കലുങ്കയിലിരിക്കുന്ന ഈ വേലിപ്പത്തലയിൽ ഓന്തിരിക്കുന്ന പോലെ ഇരിക്കുമല്ലോ. പണ്ടത്തെ ഉപദേശിമാർ ഇവരെ വിളിച്ചത് ഓന്തന്മാരെന്നാ. ഓന്തന്മാർ അവരുള്ളതുകൊണ്ട് എന്തോ ഒരു പാട്ട് വന്നു. മുട്ടം ഗൗരിസച്ചാൻ്റെ പാട്ടൊക്കെ ഇല്ലേ, ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം. എപ്പോഴാ? പത്തിയൂർക്കാല കലുങ്കയിൽ നിന്ന് ഒരാൾ ഉപദേശിയുടെ മുണ്ട് കീറിയപ്പം തിരുഞ്ഞു എഴുതിയ പാട്ടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ടോ? ഒരു കണക്ക് ചിന്തിച്ചാൽ അന്നൊക്കെ ഈ വഴിയരികിൽ നമ്മളെ കളിയാക്കുന്നവരുണ്ടായിരുന്നു കൊണ്ട് നമുക്ക് ആരാധിക്ക് പോകാൻ തന്നെ ഒരു രസമായിരുന്നു, ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പൊ പോകാൻ താല്പര്യമില്ല, കാരണം കളിയാക്കുന്നവരാരും ഇല്ലെന്ന്, കാണാൻ ആരുമില്ല ഇപ്പം. അതല്ലേ കോവിഡ് കഴിഞ്ഞിട്ട് 33% ആളുകൾ പള്ളി പോലും കയറിയിട്ടില്ല. 33% ആളുകൾ. സ്വത്രം. അപ്പോ കലുങ്കലിക്കുന്ന ആള് പറഞ്ഞു, എന്തോ എന്ന് കുറുപ്രാവേ ഉള്ളോ എന്ന് പറഞ്ഞാൽ കുറ്റി വീടി വലിച്ചാൽ എന്ത് മതി? കുറുപ്രാവ് മതി. പുള്ളി പറഞ്ഞു, ഞാൻ കുറുപ്രാവിനെയും കൊണ്ടെങ്കിലും പോകുന്നുണ്ടല്ലോ, നീ ചുമ്മാ കലുങ്ക കയറിയിരിക്കുകയല്ലേ, അപ്പം നീ എൻ്റെ പുറകെ വരുന്ന ലൂക്കോച്ചനെ നോക്കിയാലോ. എന്നാ പറ്റി? നോക്കിയപ്പോൾ അവനൊരു കോലാടിനെയും കൊണ്ട് വരുന്നു. മനസ്സിലായി, ഇത് കുറ്റിപീടി വലിച്ച കേസല്ല, ഇത് കുറ്റി മറിച്ചിട്ട കേസാണ്. പുള്ളിയോട് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ചയിലല്ലേ കോലാട്, അത് എൻ്റെ സൗകര്യം പോലെ ഞാൻ ചെയ്യും, കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാമല്ലോ, അപ്പം നീ എൻ്റെ പുറകെ വരുന്ന കറിയാചന നോക്കിയാലോ. എന്നാ പറ്റി? അയാൾ അടൂര് മാർക്കറ്റ് ചെയ്ത് പൊള്ളാച്ചി ഇറക്കിയ കന്നുകാലി 2 ബംഗാളിയെ കൊണ്ട് ഉന്തി തള്ളി പള്ളിയിലോട്ട് വരിക. നാട്ടുകാരുടെ കളിയാക്കല് കേട്ട ആളുകൾ മടുത്തു. അവസാനം അവർ യഹൂദൻ്റെ പള്ളിയിൽ ചെന്ന് അവിടുത്തെ പുരോഹിതനോട് പറഞ്ഞു, അച്ചോ, ഇന്നത്തെ അച്ഛന്മാരെയൊന്നും അല്ലാട്ടോ ഈ പറയുന്നത്, അന്നത്തെ യഹൂദൻ്റെ കാര്യം പറയുന്നേ. ഈ ഞങ്ങൾ യാഗമൃഗത്തെ കൊണ്ടുവരികയും വേണം, നാട്ടുകാരുടെ വായിലിരുന്ന് കേൾക്കുകയും വേണം, ഒരു പരിഹാരം ഉണ്ടാക്കുക. പുരോഹിതൻ പറഞ്ഞു, എന്തൊട്ട് പരിഹാരം? പള്ളി കോമ്പൗണ്ട് ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കുകയല്ലേ, ഏക്കർ കണക്കിന് ആന്നു. ആ സാധനങ്ങൾ മാർക്കറ്റിൽ അടിക്കുന്ന നേരം കൊണ്ട് ഇവിടെ അടിക്കുക, ഞങ്ങൾ കാശും കൊണ്ടുവരാം. ശരിയാ. ഈ കാശും കൊണ്ടുവരുന്ന കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? ഇല്ല. ഒരാളുടെ എത്ര രൂപ വേണ്ടത് അറിയാൻ പറ്റുമോ? ഇല്ല. ഞാൻ 25 കൊല്ലം പാസ്സായിരുന്നു 10 സഭകളിൽ. എനിക്കറിയാൻ മേലെ ആളുകളെ എത്ര രൂപ ഉണ്ടെന്ന്. എന്താ കാര്യം? ഞാൻ എപ്പോൾ നോക്കുമ്പോഴും 10. അപ്പം ഇവർ ഈ ആളുകളെ എത്ര വേണ്ടത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനതിനെക്കുറിച്ചൊരു തമാശ പറയാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, അങ്കമാലിയിൽ നിന്ന് കോട്ടയത്തേക്ക് 84 രൂപ ഉള്ളപ്പം നടന്ന കാര്യമാണ്. ഈ പ്രസംഗത്തിൽ ഇത് പറയാറുണ്ട്, യൂട്യൂബിലൊക്കെ കാണും. ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ കണ്ടക്ടർ ചോദിച്ചു, എവിടാ കോട്ടയം? 84. പേഴ്സ് തുറന്നപ്പോൾ പുള്ളി പറയോ, ഇഷ്ടംപോലെ 10 ഇരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞുണ്ട്, എനിക്ക് തരാമോ? കണ്ടമാനം ബാക്കി കൊടുക്കാം. ഞാൻ മൊത്തം കൊടുത്തു. പുള്ളി പറഞ്ഞു, ഒരു കുത്തെടുത്തവൻ കൊടുത്തു. പുള്ളി നോക്കി പറഞ്ഞു, 38 എണ്ണം ഉണ്ട്, തിരിച്ചു വരുമ്പം വലിയ നോട്ട് തരാം. ഇയാളിങ്ങനെ വിതർന്നി കൊടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പം എനിക്ക് സന്തോഷം. കോട്ടയം വരെ 2.5 മണിക്കൂർ ഇദ്ദേഹത്തോട് വർത്തമാനം പറഞ്ഞ് മിണ്ടിയും പറഞ്ഞ് പോകാമല്ലോ. പുള്ളിയുടെ സീറ്റല്ല ഞാൻ ഇരിക്കുന്നത്. പുള്ളി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് എന്നെ അടുത്ത് ഇരിക്കാതെ എൻ്റെ മുഖത്തോട്ട് നോക്കി എന്നോട് ചോദിക്കുക, പാസ്റ്ററാണല്ലേ ഇത്? ഞാൻ പറഞ്ഞു, അത് ഞാനാണെങ്കിൽ ടീഷർട്ടൊക്കെ ഇട്ടാ യാത്ര ചെയ്യുന്നത്. ഈ യാത്രയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു, അതിന് ഈ 10 ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണോ? അതൊന്നുമല്ല, പാസ്സല്ലേ. ഞാൻ പറഞ്ഞ കാര്യം പറ, 10 ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണോ? ഞാൻ വിട്ടുകൊടുത്തില്ല. പുള്ളി പറഞ്ഞു, പാസ്സല്ലേ എന്ന് ആദ്യം പറ. എനിക്കാണെങ്കിൽ പാസ്സല്ല എന്ന് പറയാൻ വളയുന്നുമില്ല. ഞാൻ പറഞ്ഞു, ആന്നു, എന്നാ അത് പറ. ഞാൻ പറഞ്ഞു, 10 ഇരിക്കുന്നുണ്ടാണോ? അല്ല പാസ്റ്ററെ. പിന്നെ പുള്ളി അവിടെ ഇരുന്ന് 10 ഇരിക്കുന്നത് കൊണ്ടല്ലെന്നേ, പിന്നെ ഈ മുഷിഞ്ഞ 10ൻ്റെ നോട്ട്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്ന പോലെ ഈ തലങ്ങും വിലങ്ങും ഒക്കെ സെല്ലേട്ടോപ്പ് വെച്ച് ഒട്ടിച്ച 10. പിന്നെ പുള്ളിയുടെ ഭാഷ കേട്ടോളം വളച്ചാൽ വളയാത്ത, ഒടിച്ചാൽ ഒടിയാത്ത, വെള്ളത്തിൽ ലയിക്കാത്ത, മണ്ണിട്ട് തിരി. ഞാൻ പറഞ്ഞു, മതി 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 മതി.
ഈ 10 ഒരു കൂട്ടം കാണുമ്പോൾ മനസ്സിലാക്കണം ഭാഷ അത് 2 പേരുടെ കയ്യിലേ ഉള്ളൂ. അപ്പോഴും എനിക്ക് സന്തോഷം, ഒരാളുങ്ങളുടെ കൂട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അതാരാ? 1 ഭാഷന്മാരും 2 ഭിക്ഷക്കാരും. 10 നോട്ട് മോശപ്പെട്ട നോട്ടൊന്നുമല്ല കേട്ടോ. ആ 10 കൊണ്ടൊക്കെയാണ് ഞങ്ങളൊക്കെ ഇവിടം വരെ ആയത്. സ്വോത്രം. എന്നാലും 10 കൊടുത്ത ചായ കിട്ടുകയില്ല എന്നും കൂടെ നിങ്ങൾ തിരിച്ചറിയണം. സ്വോത്രം. ഇവിടെ സ്വോത്ര കാഴ്ചയൊന്നുമില്ല ഇല്ലേ? ഒന്നുമില്ലല്ലോ, ഇവിടെ ഒന്നുമില്ല. അപ്പൊ അവര് പറഞ്ഞു ഒരു പരിഹാരം ഉണ്ടാക്കുക. എന്ത് പരിഹാരം? പള്ളിക്കോമുണ്ടടിക്കുക. ശരി, അങ്ങനെ പള്ളിക്കോവിനെല്ലാം അടിച്ചു. ഒരാളെത്തിച്ച് പറഞ്ഞു 2 കുറുപ്രാവ്. അയാൾ പറഞ്ഞു ചേട്ടൻ്റെ മുഖം കണ്ടിട്ട് കോലാട്ടിലുള്ള വകുപ്പുണ്ടല്ലോ, നീയാണ് തീരുമാനിക്കണത്. ഞാനെന്ത് പാപം ചെയ്തു? ഒരു കുറുപ്രാവിനെ മതി എന്താ ചേട്ടാ? കോലാടിന് കാശ് കുറവാണ്, ഒരെണ്ണം മേടിച്ചുണ്ടോ? കുറുപ്രാവിനെ മതി എന്ന്. ഈ വിൽക്കുന്നതും വാങ്ങുന്നതുമാണ് യേശു കണ്ടത്. യേശു ചാട്ടവാറെടുത്തു. എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനാലയം നിങ്ങൾ വാണിഭശാലയാക്കി മാറ്റിയിരിക്കുന്നു. അന്നും ഇന്നും കാണുന്ന ഒരു അപജയത്തിലേക്ക് വിരൽ ചൂണ്ടാതിരിക്കാൻ വയ്യ. പണമുണ്ടെങ്കിൽ ഏത് പാപത്തെയും മറയ്ക്കാമെന്നുള്ള ഒരു വസ്തുത അന്നും ഇന്നും നിലനിൽക്കുന്നു. ദൈവവചനം എന്ന വാൾ അകത്തും പുറത്തും എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ പറഞ്ഞു ഒരു പരിഹാരമുണ്ടാക്ക്. ഈ പൈസ ഉണ്ടെങ്കിൽ, യാഗവസ്തുവിനെ മേടിക്കാനുള്ള പണമുണ്ടെങ്കിൽ പാപത്തിന് പരിഹാരമാകും. ശാശ്വതമല്ല, താൽക്കാലികം. പൈസ ഇല്ലെങ്കിൽ പാപമില്ല. ഇതുകൊണ്ടാണ് ജനത്തിന് പാപത്തിന് പരിഹാരമില്ലാതിരുന്നത്. എൻ്റെ വക ഒരു ഫലിതം കൂടെ ചേർത്തേക്കാം. കുറുപ്രാവിനെ കീറി മുറിച്ച് ഇതിനെയൊക്കെ ഈ പപ്പ് കളഞ്ഞ്, ചിറക് കളഞ്ഞ്, മൂത്രപിണ്ഡം, വാവ, കഴുത്ത്, കാല്, കയ്യ് ഒക്കെ വെട്ടിക്കളഞ്ഞ് ഈ കുറുപ്രാവിനെ മറ്റൊക്കെ യാഗപീഠത്തിലേക്ക് ഇട്ടാൽ മുപ്പല്ലി കൊണ്ട് കുത്തിയെടുക്കാൻ എന്നതാ ഉള്ളത്? അതുകൊണ്ട് കുറുപ്രാവിന് വേണ്ടി അന്നത്തെ പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ 2 പ്രാർത്ഥനയാണെന്നാണ് ഞാൻ പറയുന്നത്. 1 രഹസ്യം, 2 പരസ്യം. 1 രഹസ്യം, ദൈവമേ ഇവൻ കൊണ്ടുവന്ന കുറുപ്രാവിൻ്റെ ഈ യാഗത്താൽ ഇവൻ്റെ കുറ്റുപീടിയുടെ പാപം ക്ഷമിച്ചു കൊടുക്കണമേ. മനസ്സിൽ എന്നെ കൊണ്ട് ഇവൻ പണിയെടുപ്പിക്കാതെ അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു കോലാടിനെയും കൊണ്ട് വരാൻ സഹായിക്കണമേ. ഇതുകൊണ്ടാണ് മക്കളെ ജനത്തിന് പാപബോധമില്ലാത്തത്. പാപബോധമില്ലാത്തത്. ജനത്തിന് പാപം ചെയ്യാൻ പണമുണ്ടായാൽ പാപബോധമില്ല. നിന്റെ പണത്തിനും നിന്റെ സ്ഥാനമാനങ്ങൾക്കും കഴിവുകൾക്കൊന്നും ദൈവത്തോട് ചെയ്ത പാപത്തെ മറയ്ക്കാൻ കഴിയില്ല കേട്ടോ. ഇനി ന്യായപ്രമാണത്തിന് ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്നാന്ന് പറയുമ്പോൾ, ഒന്നിൽ തെറ്റിയാൽ മുഴുവൻ തെറ്റും. അയ്യോ, അത് വലിയ പ്രശ്നമാണ്. പണ്ട് പാമ്പും കോണിയും കളിക്കുന്ന പോലെ, ഒരു കളം കൂടെ കഴിഞ്ഞാൽ ജയിക്കാം, പക്ഷെ അവിടെ ആ പാമ്പ് ഇരിക്കുന്നത്. പിന്നെ വിരിഞ്ഞാൽ താഴെ നിന്ന് തുടങ്ങാൻ. ഒന്നിൽ തോറ്റാൽ മൊത്തം തോറ്റു. എങ്ങനെ ജയിക്കാൻ പറ്റും? ഇനി എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാകുന്ന പോലെ ഒരു ഉദാഹരണം പറയാം. എങ്ങനെ മസ്കറ്റിലേക്ക് പോവാം? ഞാനൊക്കെ മസ്കറ്റിലേക്ക് പോകും. മസ്കറ്റോ UAE ബഹ്റൈൻ എവിടെയെങ്കിലും ആട്ടെ, എന്നാ ബുദ്ധിമുട്ടാ? പാസ്പോർട്ട്, വിസ, ആധാർ, എമിഗ്രേഷൻ ക്ലിയറൻസ്, എന്നാ ചാർജാ ഇല്ലേ? 8,000 രൂപ 40,000 രൂപയൊക്കെ മാറിയിരിക്കുക. എന്നാ ചാർജാ? ഒക്കെ പോട്ടെ, എമിഗ്രേഷൻ ക്ലിയറൻസ് തന്നെ എന്നാ ചോദ്യമാ. ഞാനൊക്കെ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ എന്നെ 3 സ്ഥലത്ത് പിടിച്ചിട്ടു. ഞാൻ എന്തിനാ ചെന്നെന്ന് ചോദിച്ചാൽ അവൻ സൂചിയിടം പ്രസംഗിക്കുന്നത്. ഇവിടെ എന്നാ സൂചിയിടം പ്രസംഗിക്കാൻ? എന്നാ വിഷമ, അത് ഓർക്കുമ്പോൾ പോകാനും തോന്നാറില്ല. ഞാൻ എളുപ്പ വഴി പറയാം. ചിരിക്കും ചിന്തയ്ക്കും വക നൽകും. അതുകൊണ്ടാണ്. ഈ പാടൊന്നുമില്ല മക്കളെ. നേരെ കൊല്ലത്തിന് വണ്ടി പിടി. അവിടെ ചെല്ലുമ്പം കടൽ കാണും. അപ്പുറത്താണ് ഈ പറഞ്ഞ സ്ഥലമൊക്കെ അല്ലേ? അങ്ങ് ചാടുക, നീന്തുക, നേരെ അപ്പുറം ചെല്ലാം. 2 കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. 1, നീന്തിയാൽ ചെല്ലുകയില്ലേ? ഉത്തരം, നീന്തിയാൽ ചെല്ലും. 2, അങ്ങനെ നീന്തി ആരെങ്കിലും മസ്കറ്റിൽ പോയിട്ടുണ്ടോ? ഇല്ല. ആരാണ്ടൊരാൾ പോയി നാളെ കേട്ടു, എനിക്കറിയത്തില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നീന്തിയാൽ ചെല്ലുകയില്ലേ? നീന്തിയാൽ ചെല്ലും.
അങ്ങനെ ആരെങ്കിലും നീന്തി പോയിട്ടുണ്ടോ? ഇല്ല. അതാ ന്യായപ്രമാണം. ന്യായപ്രമാണം ആചരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലാമല്ലേ? ചെല്ലാം. അങ്ങനെ ആരെങ്കിലും ആചരിച്ച് ചെന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് റോമാലേഖനത്തിലെ സുവർണവാക്യം, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കേണ്ടതിന് ആ പ്രമാണം കൊടുത്ത ദൈവം അതിനെ ഒന്ന് പരിഷ്കരിച്ചിട്ട് പറയുന്നു, കൃപയുടെ പ്രമാണം തന്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഒരു കാലത്തും രക്ഷപ്പെടുവാൻ കഴിയാത്ത പ്രമാണത്തിൽ നിന്ന് അവനെ വിശ്വാസ രക്ഷ എന്ന പ്രമാണത്തിലൂടെയാണ് സ്വർഗത്തിലെത്തിച്ചത്. ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 11-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. അവിടെ ശ്രദ്ധിച്ചോളണം. ഈസി ആയിട്ടല്ലേ പറഞ്ഞ് നിൽക്കുന്നു എന്ന് ഞാനതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പോവാ. ശ്രദ്ധിച്ചോളൂ. ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. അതൊരു പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണ് പുരോഹിതന്മാർ ആലയത്തിൽ നിൽക്കുന്നതെന്നറിയാമോ? ഒരാൾ പറഞ്ഞു സമാഗമന കൂടാതെ ഇരിപ്പിടമില്ല, അതുകൊണ്ടാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ചിന്ത പറയാം, ഈ നിൽക്കുന്ന ജനത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഒരു പുരോഹിതൻ ആലയത്തിൽ സമാധാനമായിട്ട് പോയി ഇരിക്കും? സത്യം. പക്ഷേ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതന്റെ പേരാണ് യേശു ക്രിസ്തു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. ബാക്കി അറിയാമല്ലോ. ആ മഹാപുരോഹിതൻ നിൽക്കുകയാണോ ഇരിക്കുകയാണോ എന്നറിയാൻ അടുത്ത വാക്യം വായിക്കുക. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് ആ ഒരു ഉപദേശം, അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാം. വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് കാലവും മതങ്ങളും ഉണ്ടാക്കിയ കാലം മുതൽ സകല പുരോഹിതന്മാരും ആലയത്തിനകത്ത് ഇന്നും നിൽക്കുമ്പോൾ ഇവരെന്തിനു വേണ്ടിയാണോ നിൽക്കുന്ന ആ പ്രശ്നം 2000 വർഷം മുൻപ് യേശുക്രിസ്തു കാൽവറിയിൽ പരിഹരിച്ചിട്ട് പിതാവിന്റെ വലത്ത് ഭാഗത്ത് പോയി ഇരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ഇവിടെ നിൽക്കുന്ന ഈ ഏടാകൂടത്തിൽ നിന്ന്, മതത്തിന്റെ ആചാരത്തിൽ നിന്ന്, അനുഷ്ഠാനത്തിൽ നിന്ന്, യാതൊരു വിലയുമില്ലാത്ത കർമ്മത്തിൽ നിന്ന് നമ്മെ പിടിച്ചെടുത്ത സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിൽ ഇരുത്തിയ ദൈവത്തെ കരമടിച്ചോ ഇന്ന് രാത്രിയിൽ ഒന്ന് സ്തുതിക്കാനും സ്തോത്രം ചെയ്യാനും കഴിയണം. എന്റെ യേശു പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം വരുത്തിയിരിക്കുന്നു. എന്നിട്ടോ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഏകയാഗത്താൽ പിന്നെ വേണ്ട, മതി. അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശലയാഗത്താൽ പാപങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരം വന്നിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഭാവി എന്ന് ഇനി പറയേണ്ട കാര്യമുണ്ടോ? പറയേണ്ട കാര്യമുണ്ട്. വിശ്വസിച്ചില്ലെങ്കിൽ പറയാം. വിശ്വസിക്കുന്നവർക്ക് പറയേണ്ട കാര്യമില്ല. വറചട്ടിയിൽ നിന്ന് വാരി കൊണ്ടുവന്ന പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നിഷേധിച്ചവർക്കെതിരെ, അടിമക്കച്ചവടത്തിനെതിരെ വാളെടുത്ത മഹാനായ മനുഷ്യനാണല്ലോ വിൽബർ ഫോഴ്സ്. ആ നിയമം അമേരിക്കൻ പാർലമെൻറ്റിൽ വരുത്തിയ അമേരിക്കക്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. ഒരു സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അമേരിക്കൻ പാർലമെൻറ്റിൽ അടിമക്കച്ചവടം നിർത്തലാക്കി നിയമം പാസ്സാക്കി, കരഘോഷത്തോടെ ബില്ല് പാസ്സായി. സൈറൺ മുഴങ്ങിയ രാജ്യത്ത് കമ്പനികൾ നിർത്തി. തൊഴിലാളികൾ പെട്ടെന്ന് റോട്ടിലോട്ടിറങ്ങി. നിമിഷ നേരം കൊണ്ട് ബാനറുകൾ ഉയർന്നു, അനൗൺസ്മെന്റുകൾ മുഴങ്ങി. തെരുവീതിയിൽ കൂടി ആളുകൾ യാതയായി പോവുകയാണ്. എബ്രഹാം ലിങ്കൺ നീണാൾ വാഴട്ടെ. എന്താ കാര്യം? അടിമക്കച്ചവടം നിർത്തലാക്കി ഡിക്ലെയർ ചെയ്തു.
പക്ഷേ ഇപ്പോഴും അടിമകളില്ലേ? ഉണ്ട്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എവിടെയുമുണ്ട്. എന്താ കാര്യം? പ്രതികരിക്കാൻ മനസ്സില്ലെങ്കിൽ, തൻ്റെ ഇടമില്ലെങ്കിൽ, കാര്യങ്ങൾ അറിഞ്ഞിട്ടും അറിയുന്ന പോലെ നിൽക്കാനുള്ള പ്രാപ്തിയില്ലെങ്കിൽ അടിമയാകേണ്ടി വരും. ഇന്നേക്ക് 2000 വർഷം മുൻപ് പിശാച് അടിമനുഖത്തിൽ വെച്ചിരുന്ന മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ, അടിമനുഖം യേശു തകർത്ത ക്രൂശിൽ അത് ഡിക്ലെയർ ചെയ്തു. ആ പ്രഖ്യാപനത്തിന്റെ ബാനറുകളാണ് ദൈവത്തിന്റെ വചനം. അതിന്റെ അനൗൺസ്മെന്റ് ഈ വഴിയിലൂടെ പോകുന്നതാണ് ഇന്നു മുതൽ 4 ദിവസം ഈ മുറ്റത്ത് കേൾക്കുന്ന സുവിശേഷ പ്രസംഗം. അത് കേട്ടിട്ടും ഇനിയും നിങ്ങൾ പാപിയാണ്, അതിനർത്ഥം യേശു മരിക്കാത്തത് കൊണ്ടല്ല, ആ മരണത്തെ അംഗീകരിക്കാത്തത് കൊണ്ടാണ്, പാപങ്ങൾ ഏറ്റുപറയാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ആ ക്രൂശിയാഗത്തെ ഏറ്റുപറഞ്ഞ് പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച ദൈവമക്കൾ, പാപക്ഷമ പ്രാപിച്ചവർ, അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിച്ചവർ, ദൈവമക്കളെന്ന് അവകാശം ലഭിച്ചവർ, കരഘോഷമൊന്ന് മുഴക്കിക്കൊണ്ട് ഈ പന്തൽ ഒരുമിച്ച് പറയട്ടെ: എന്റെ യേശുവിന്റെ ക്രൂശിലെ യാഗത്താൽ ഇനി ഞാൻ പാപിയല്ല, എന്റെ ദൈവനെ പാപത്തെ വിടുവിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, സ്വർഗത്തിലേക്ക് നോക്കി യേശു പറഞ്ഞു, പ്രവചനങ്ങൾ നിവൃത്തിയായി. 2, ഈ ഭൂമിയിലേക്ക് നോക്കി യേശു ക്രിസ്തു മനുഷ്യവർഗത്തോട് പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ 3-ാമത്തെ കാര്യം? പിശാചിന്റെ തലയെ കർത്താവ് തകർത്തു കളഞ്ഞു. ഒരു സ്തോത്രമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. കാരണം കർത്താവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും, അന്നേരം സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, ഈ പിശാചിനെ കുറിച്ചെങ്കിലും പറഞ്ഞാൽ അതൊക്കെ സ്തോത്രം പറയാറുണ്ടല്ലോ. എന്താ ഈ പിശാചിന്റെ തല തകർത്തെന്ന് പറഞ്ഞാൽ ഒരു ഉപദേശ വിഷയമാണ്, പറയാതിരിക്കാൻ നോക്കുകയില്ല. ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന പിശാചിന് ഇപ്പം തലയില്ലെന്ന, അങ്ങനൊന്നും പഠിച്ചു വെച്ചേക്കരുത്. ചിലർ പിശാചിനെ പുറകെയാണ്. അവൻ്റെ പുറകെ നിങ്ങൾ നടക്കേണ്ട കാര്യം എന്താ? തോറ്റു തുന്നം പാടിയതിൻ്റെ പുറകെ നിങ്ങളതിന് നടക്കുന്നത്. നിങ്ങൾ ജയിച്ചവൻ്റെ പുറകെ നടക്കും. ചിലക്കാണെങ്കിൽ പിശാച് 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 എപ്പോഴും. ഒരു സത്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്നാ ആട്ടിത്തുപ്പിയാലും ഈ പുള്ളി നാട് വിട്ടു പോകാൻ പോണില്ല. ഉണ്ടോ? ഒരെണ്ണം വിടാത്താണ്ടോ? നിങ്ങൾ തുപ്പിയാൽ പിശാച് പോകുന്ന ആരാ നിങ്ങൾ പറഞ്ഞേ? ഏത് പുസ്തകമാണ് പറഞ്ഞേ? ഞാനൊരു അറിഞ്ഞു നോക്കട്ടെ, ഇത്രയും കൊല്ലമായിട്ട് മൊത്തം തുപ്പിയ തുപ്പലം എത്ര? 4.25 കിലോ. ഈ പുള്ളി പോയിട്ടുണ്ടോ? അടൂരിന്ന് പോയിട്ടുണ്ടോ? പറ. അടൂരിന്ന് പിശാച് പോയിട്ടുണ്ടോ? ഇല്ല. തുപ്പലല്ലോ കുറവുണ്ടോ? ഇല്ല. എന്നാ പോകാത്ത? അവൻ പോയാൽ പിന്നെ നമ്മളുണ്ടോ? നമുക്ക് വലിയ പണിയുണ്ടോ അവിടെ? പുള്ളി ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഇതുള്ളൂ. ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാതെ ഭരണപക്ഷം ഉണ്ടാവുമോ? നമ്മളിങ്ങനെ കാറുമ്പോഴേക്കും തുപ്പുമ്പോഴേക്കും ഇവൻ പോകുന്ന ആരാ പറഞ്ഞേ? പിശാച് ഇവിടുന്ന് പോകുന്ന എപ്പോഴാണെന്നറിയാമോ? യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്കൊരു വരവ് വരും. തൻ്റെ സഭയെ ചേർത്തതിന് ശേഷം 1000 വർഷം ഭരിക്കാൻ വരും. ആ ഭരണം ആരംഭിക്കുന്നതിന് മുൻപ് ഇവനെ പിടിച്ചു കെട്ടി ഇട്ട് പൂട്ടും. യേശുവിന് മാത്രമേ അവനെ പിടിച്ചു കെട്ടി ഈ ഭൂമിയിൽ നിന്നും പൂട്ടാനുള്ള അധികാരമുള്ളെന്ന്. അപ്പൊ അതുവരെ ആ പുള്ളി ഇവിടെ കാണുമെന്ന്, നമ്മൾ ആര് തുപ്പിയാലും ഇവിടെ കാണുമെന്ന്. സ്വത്രം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോ പുള്ളി ഇവിടുന്ന് പോകത്തില്ല മക്കള്, ഇവിടുന്ന് പോകത്തില്ല. അതൊക്കെ ചുമ്മാ പറയുന്ന പോകുന്നൊക്കെ. എത്ര നാളായി കൊണ്ടു നടക്കുന്നു? ഒന്നാമത് ആദ്യം മനസ്സിലാക്കുക, ഈ ഭൂമി ആരുടെയെന്നല്ല അറിയാമോ? ആരുടെയാ? ആർക്കറിയാം? വല്ല പാട്ടൊക്കെ പാടും. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും തുണയാകും യേശുവോടു ചേർന്നാൽ മതി എനിക്കെൻ്റെ. എന്നെ മനോഹരമായ പാട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആരാണ്?
പരദേശികളാ. അപ്പൊ നമ്മുടെ നാട് ഇവിടെയാണോ? ഓ, മിണ്ടുന്നില്ല. അല്ലെന്നേ. അപ്പൊ ഇത് ആരെയാണെന്നല്ലോ മനസ്സിലായോ? സകല ലോകവും ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുന്നു. ഞാൻ പറഞ്ഞവന്റെ അർത്ഥം, ഈ നാട്ടിൽ നിന്ന് അവനെ ഓടിക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങൾ ആര് ശ്രമിച്ചാലും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിന്റെ വീട്ടിൽ കയറണമെങ്കിൽ, പഞ്ചായത്തിൽ നിന്ന് പോയില്ലെങ്കിലും നിന്റെ വീട്ടിൽ കയറണമെങ്കിൽ അതിന് വചനത്തിന്റെ വ്യവസ്ഥയുണ്ട്. സ്തോത്രം. നാട് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് വന്നവരുടെ ദൈവം ചോദിച്ചു, ഈ യോബിന്റെ മേൽ തിട്ടി വെച്ചുവോ? അതെങ്ങനെ വെക്കാൻ പറ്റും? നീ വേലി കെട്ടിയേക്കല്ലേ? ആരെ വിട്ടുകൊടുക്കണമെന്നും ആരെ പാറ്റാൻ കൊടുക്കരുതെന്നും യേശുവിനറിയാം. അതുകൊണ്ട് ഈ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും വിട്ടൊന്നും പോകത്തില്ലെങ്കിലും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന നിന്റെ വീട്ടിൽ കയറണമെങ്കിൽ അവൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. അത് വിശ്വസിക്കുന്നവരാ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന് രാത്രി. അല്പം പിറകിലേക്ക് വരണം. എനിക്ക് അല്പം പിറകിലേക്ക് വരണം. നിങ്ങൾക്കറിയാമല്ലോ, ഏതെന്ന തോട്ടത്തിൽ ഈ ആദാം ഹവ്വ, പിന്നെ ആരാ? ഭൂമി, പിന്നെ പാമ്പ്, 4 പേരോടും ശാപകരമായ വാക്കുകൾ പറയുന്നത് അറിയാമല്ലോ. ആദാമിനോട് മുഖത്തെ ഉയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കും, സ്ത്രീയോട് വേദനയോടെ മക്കളെ പ്രസവിക്കും, ഭൂമിയോട് മുള്ളും മരക്കാരെയും മുളയ്ക്കും, പാമ്പിനോട് ഉരസുകൊണ്ട് ഗമിച്ച് ഭൂമിയിലെ പൊടി നിനക്ക് ആഹാരമായിരിക്കും. അതല്ലേ അവൻ നമ്മുടെ പുറകെ നടക്കുന്നത്. നമ്മൾ പൊടിയാണല്ലോ. നമ്മൾ പൊടിയെന്ന് ഓർക്കില്ല. ഓർക്കാത്ത പ്രശ്നം. നമ്മൾ പൊടിയാ എന്ന് കരുതി ഞാൻ ആദ്യം പറഞ്ഞു പൊടിയാണെന്നും പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പൊടിയാണ്, ചാക്കാണ്, തുരുമ്പാണ്, പാട്ടയാണ്. ആക്രി കടയിൽ പോലും അത്രയും സാധനം കാണുകയില്ല. അത്രയും പറ്റും പറയരുത്. ഈ ഇഷ്ടിക ചൂളയിലേക്ക് വെക്കുന്നതിന് മുൻപ് ആർക്കും പൊടിയെ ചവിട്ടാം. പക്ഷേ ഇഷ്ടിക ചൂളയിൽ വെച്ച് അതിൽ തീ കയറിക്കഴിഞ്ഞാൽ ഒരുത്തരും ചവിട്ടാനൊക്കത്തില്ല മക്കളെ. കൊല്ലന്റെ ആലയിലെ കരിക്കട്ടയ്ക്ക് സമാനമായ നമ്മെ ഏതൊരുത്തനും കൈകൊണ്ട് പിടിച്ച് ഉലയിലെ തീയിലേക്കിടാമെങ്കിലും അവൻ എന്നിലും ഞാൻ അവനിലും വസിച്ചു കഴിഞ്ഞാൽ തീ കരിക്കട്ടക്കകത്തും കരിക്കട്ട തീക്കകത്തും കയറിക്കഴിഞ്ഞാൽ എടുത്തിട്ട് കൊല്ലന് പോലും തൊടണമെങ്കിൽ കൊടിൽ വേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാഭാഗത്തുള്ളിടത്തോളം കാലം നിന്നെ ഓരോരുത്തരും തൊടാനൊക്കത്തില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. മുന്നോട്ട് വരാം. ആദാമേ വിയർപ്പ്. അതാ ഞാൻ വിയർക്കുന്നു. എന്താ കാര്യം? പണിയെടുക്കുക. അതുകൊണ്ടാ. സ്ത്രീ വേദനയോടെ മക്കളെ പ്രസവിക്കും. വേദനയില്ലേ? വേദനയില്ലേ? പ്രസവിക്കും. വേദനയില്ലേ? ഉണ്ട്. അല്ലേ? ഇപ്പം കാണത്തില്ലായിരിക്കും. കവി കുഞ്ഞുണ്ണി മാഷ് പോലില്ലേ, പണ്ട് പേര് ഇപ്പം കീറ്, അങ്ങനെയാണല്ലോ. അത് 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ മരണം വരെ വേദനയായിരിക്കും മക്കളെ. കണ്ണും കൈക്കോട്ടും എത്താത്ത സ്ഥലത്ത് മുള്ളും പറക്കാരെ ആർത്ത് മുളകി. എന്താ കാര്യം? ശാപം. ഇതിന് പൊടി ആഹാരമായിരിക്കും. അന്ന് മുതൽ ശ്രദ്ധിച്ചോളാം, ശ്രദ്ധിക്ക് പഠിച്ചോളാം. അന്ന് മുതൽ ഈ പിശാചിൻ്റെ ശ്രമം മുഴുവൻ എൻ്റെ തലയെടുക്കാൻ വരുന്ന സ്ത്രീയുടെ സന്തതിയെ തകർക്കുക എന്നുള്ളതാണ്. എനിക്ക് വിശദീകരിച്ച് പറയണമെങ്കിലും സമയത്തിൻ്റെ പരിമിതി, വിഷയത്തിൻ്റെ വിസ്തൃതി ക്യാപ്സുൽ പരുവത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ നിങ്ങൾ പഠിച്ചാൽ ഒരുവിധം ഭക്തിയായി ജീവിച്ചിരുന്ന മിക്കവാറും സ്ത്രീകൾ പ്രസവിച്ചിരുന്നിട്ടില്ല. സാറ, റിബേക്ക, പ്രാർത്ഥിക്കുന്ന ഹന്ന, എലിസബത്ത്, എല്ലാ കഥാപാത്രങ്ങളും, റാഹേലൊക്കെ പിന്നീട് അവർക്ക് മക്കളുണ്ടായി. അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞ് സ്ത്രീകളിലേക്ക് ഇവൻ്റെ ശ്രദ്ധ തിരിച്ചു വിട്ടു ദൈവം തമ്പുരാൻ. ഇനി ശ്രദ്ധിച്ചോളണം. നിങ്ങൾ നോക്കിക്കേ, എലിസബത്ത് സക്കരിയാവും. എലിസബത്തിൻ്റെ അകത്ത് യേശുവിനെ വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകനെ കൊടുത്തതോടുകൂടി സക്കരിയാവ് മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, അനുമാനമാണ്, പിശാച് വിചാരിച്ചു കാണും ഇവനായിരിക്കും ചിലപ്പോൾ എൻ്റെ തലയെടുക്കാൻ വരുന്നവൻ. അതിൻ്റെ പുറകെ അവനെ നടത്തിയേച്ചും കല്യാണം പോലും കഴിക്കാത്ത, വിവാഹം നിശ്ചയം ചെയ്ത അമ്മ മറിയത്തിൻ്റെ അകത്ത്
ലോകരക്ഷിതാവായ യേശുവിന് ദൈവം ജന്മം നൽകി. അറിഞ്ഞു കാണാൻ വഴിയില്ല എന്നാണ് എൻ്റെ അനുമാനം. ഇനി രാജാക്കന്മാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 വയസ്സിൽ താഴെയുള്ളതിനെല്ലാം കൊന്നുകളയാൻ പറഞ്ഞതിലൂടെ യേശു ഭൂമിയിൽ ഇല്ല എന്ന് വിചാരിച്ചായിരിക്കും പിശാച് നടക്കുന്നത്. അടൂരിൽ ഉപ്പുംചാക്കിൻ്റെ പുറത്ത് പിശാച് ഇരിക്കുന്നുണ്ട്. എന്തിനാ? യേശു എങ്ങാനും ഇതിലെ വല്ല പള്ളിക്കൂടത്തിലും പോകണ്ടോന്നറിയാം. ഏറ്റവും രസകരമായ കാര്യം പറയട്ടെ, യേശു പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. എന്താണെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചു. കാരണം ഈ ഗുരുകുല വിദ്യാഭ്യാസമുള്ള കാലമാണ്. പൗലോസൊക്കെ ഗമാലിയലിലെ കാൽക്കീഴ്ന്ന വചനം പഠിച്ചത്. എനിക്ക് മനസ്സിലായ കാര്യം പറയാം. 2 കാര്യം. ഒന്ന്, യേശു പള്ളിക്കൂടത്തിൽ പോയ പ്രശ്നമാണെന്നേ, ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നേ. അവിടെ ചെന്ന് കഴിയുമ്പം അമ്മ മറിയ വലിയ കുഴപ്പമില്ല, അപ്പൻ സമം സ്വർഗസ്വനായ പിതാവ്, അഡ്മിഷൻ കിട്ടുമോ നിങ്ങൾ പറ. അപ്പോൾ എന്നെ തലകുത്തി ചോദിച്ചാലും സ്വർഗസ്വനായ പിതാവല്ലാണ്ട് യോസേപ്പ് എന്ന് യേശു പറയുമോ? പറയില്ല. അപ്പോൾ എന്തായാലും അഡ്മിഷൻ ഇല്ല, ഉറപ്പാ. എന്തിനാ അങ്ങനെ വെറുതെ യേശു പോയിരുന്ന പ്രശ്നമില്ലല്ലോ. അതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ എന്ന് പറയാം, യേശുവിനെ പഠിപ്പിക്കുവാൻ യോഗ്യതയുള്ള ഒരധ്യാപകനും ഇതുവരെ ലോക ചരിത്രത്തിൽ ജനിച്ചിട്ടില്ല. ഇനി യേശുവിൻ്റെ നിങ്ങൾ നോക്കിക്കേ, ഈ 10-30 കൊല്ലം യേശു ഇങ്ങനെ നടക്കുന്നുണ്ട് നസറത്തിന്റെ നടുവിൽ കൂടെ. പിശാച് നോക്കി നടക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലായിട്ടില്ല. എന്നാ കാര്യം? കയ്യിൽ പെരുങ്കായത്തിന്റെ സഞ്ചി കണിക്ക ഒരു സഞ്ചി. പിശാചിന് തോന്നി, ഇവൻ ആരാ ഈ പയ്യൻ? തോളറ്റം മുടി, പൂച്ചക്കണ്ണ്, തേജസ്, ഒരു സംശയം. 12-ാമത്തെ വയസ്സിൽ ആലയത്തിലൊക്കെ വെച്ച് കണ്ടതാ. എൻ്റെ ഭാവനയാണ്. ഒരിക്കൽ യേശുവെങ്ങാനും സഞ്ചി അവിടെ വെച്ചപ്പോൾ ഇവൻ ചെന്ന് സഞ്ചി ഇങ്ങനെ തുറന്നു നോക്കി. ഇവൻ ആരാ? ന്യായപ്രമാണം വല്ലതും പഠിക്കാൻ പോവുകയാണെന്നറിയാം. നോക്കിയപ്പോൾ സമാധാനമായി. ഇവൻ ന്യായപ്രമാണം പഠിക്കാൻ പോകുന്നല്ല, ഇവനൊരു തച്ചനാ. കാരണം 2 വീതുളി, ഒരു കൊട്ടുപിടി, ഒരു മുഴക്കോല, അത് സഞ്ചിക്കകത്ത്. സമാധാനമായി. ഒരു ദൂത് പറഞ്ഞോട്ടെ, ദൂതൊക്കെ പറയാൻ പറ്റിയ സ്ഥലമല്ലെങ്കിലും പറഞ്ഞോട്ടെ, ഏറ്റെടുത്തു. നിന്റെ തലയെടുക്കും എന്ന് വെല്ലുവിളിച്ചവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ കൂടെ 1 വർഷമല്ല, 2 വർഷമല്ല, 30 വർഷം കൺമണി പോലെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. നമ്മുടെ തലയെടുക്കുമെന്ന് വെല്ലുവിളിക്കുന്നവന്റെ മുൻപിൽ കൂടെ നമ്മെ നടത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മൾ മനസ്സിലാക്കണം. 30-ാമത്തെ വയസ്സിൽ ഒരു പ്രസംഗം കേൾക്കുന്നു. അവൻ ഓടിച്ചെന്നു. ചെന്നപ്പോൾ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ച ഒരാൾ, ശക്തമായ പ്രഭാഷണം. ആ ശൈലി കണ്ടപ്പോൾ മനസ്സിലായി ഇവനായിരിക്കും യേശു. ഇനി ഞാൻ പറയുന്ന കാര്യം 2 ചെവിയും വട്ടം പിടിച്ച് കേട്ടോളാം. എന്നാണെന്നറിയാമോ? കൺഫ്യൂഷൻ. ആർക്ക്? പിശാചിന്. നമ്മെ വട്ടം കറക്കുന്നവനാണ് പിശാച്, ശരിയല്ലേ? ആണ്. അവനെ വട്ടം കറക്കുന്നവനാണ് യേശു. അത് കണ്ടോളാം. അത് ഭയങ്കര രസമാണ് കേട്ടു. ഈ യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പിശാചിന് ചെന്ന് നിൽക്കുമ്പോൾ യോഹന്നാൻ പറയാം, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ എന്നേക്കാൾ വലിയവൻ, അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കും, പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. ഇതൊക്കെ പറഞ്ഞപ്പം പിശാചിന് മനസ്സിലായി, ഇവനല്ല വലിയവൻ, ഇവനേക്കാൾ വലിയവൻ ആരോ ഒരാളുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ യോഹന്നാൻ 29 പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പൊ പിശാചിന് മനസ്സിലായി, ഈ വരുന്നവനാണ് വലിയവൻ, വലിയവൻ മനസ്സിലായി. അത് ശരി, പെരുങ്കായത്തിൻ്റെ സഞ്ചിയും കൊണ്ട് നടന്ന് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ യേശുവിൻ്റെ വാക്ക് കേട്ടോളാം. കേട്ടോ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഈ നിൽക്കുന്ന യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അപ്പൊ പിശാച് കൺഫ്യൂഷനിലായി. ഇവൻ പറയുന്നു ഇവനാ വലിയവൻ, ഇവൻ പറയുന്നു ഇവനാ വലിയവൻ. ആരാണ് വലിയവൻ എന്നറിഞ്ഞിട്ട് വേണമല്ലോ എൻ്റെ തലയെടുക്കുന്നവൻ ആരാണെന്നറിയാൻ. അപ്പൊ യേശുവിനെ വിട്ടേച്ച് യോഹന്നാനെ നോക്കിയപ്പോൾ യോഹന്നാൻ പറയുക, ഞാനങ്ങനെ അനേകർ സ്നാനപ്പെടുത്തിയെങ്കിലും ഈ സ്നാനം നിന്റെ കൈ കൊണ്ടായിക്കോട്ടെ. അപ്പൊ ആരാ വലിയവൻ? യേശു. അപ്പൊ യേശു പറയാ, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല രീതിയിൽ നമുക്ക്
ഉചിതം. അപ്പൊ ആരാ വലിയവൻ? യോഹന്നാൻ. എന്റെ പൊന്നോ, തലവേദന എടുത്തിട്ട് പാടില്ല. ആർക്ക്? പിശാചിന്, കുട്ടി പിശാചിന്. രണ്ടും കൂടെ വെള്ളത്തിലോട്ടിറങ്ങി. കേട്ടോ, ഈ വെള്ളത്തിൽ ഇറങ്ങുന്നവരെ ആരോടും പറയാതിരിക്കാൻ നല്ലത്. പറഞ്ഞാൽ പിന്നെ ഇറക്കം നടക്കുകയില്ലെന്ന്. ഇറങ്ങി നോക്കി നിൽക്കുമ്പോൾ യോഹന്നാൻ യേശുവിനെ മുക്കി. പിശാചിന് മനസ്സിലായി ഇപ്പോഴാരാ വലിയവൻ മനസ്സിലായ. മുങ്ങിയവൻ വിശ്വാസി, മുക്കിയവൻ പാസ്റ്റർ. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ നാട്ടിൽ. അപ്പൊ ആരാ വലിയവൻ? യോഹന്നാൻ. നീ ഇങ്ങോട്ട് കയറി വാ. ശരിയാക്കുന്നുണ്ട്. ആത്മകഥങ്ങളൊക്കെ അകത്ത് മന്ത്രിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു പൊങ്ങി. ബാക്കി കണ്ടോളണം നിങ്ങൾ. ഇത്രയും നേരം പിടിച്ചു നിന്ന സ്വർഗം മലവെള്ളപ്പാച്ചിലടക്കെ ഡിക്ലറേഷൻ നടത്താൻ പോവുകയാണ്. എലിഹൂദ എലിയാസർ ജനിപ്പിച്ചു, എലിയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബ് ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അടുത്തത് അവളിൽ നിന്ന്, അവനിൽ നിന്നല്ല, അവരിൽ നിന്നല്ല, അവളിൽ, സ്ത്രീയുടെ സന്തതി ഇവിടെ ജനിച്ചു വീഴുകയാണ്. ഇത് ആര് പറയും? ആര് പറയും? ഡിക്ലറേഷൻ ചെയ്തോ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. ശ്രദ്ധിച്ചോ? ഈ തൃത്വം കൂടെ പറഞ്ഞെനിക്ക് ആ ഭാഗം വിടണം. ഈ യോഹന്നാൻ സ്നാപകന് തൃത്വം ഒന്നും അറിയത്തില്ല. പക്ഷെ പിശാചിനറിയാം കേട്ടോ. കാരണം അവൻ പണ്ട് അവിടെ ജോലി ഉണ്ടായിരുന്നവനാ. പിതാവിനെയും കണ്ടിട്ടുണ്ട്, പുത്രനെയും കണ്ട്, പരിശുദ്ധാത്മാവിനെയും കണ്ടിട്ടുണ്ട്. അപ്പം അവനിങ്ങനെ നോക്കിയപ്പം മുകളിൽ പിതാവിൻ്റെ ശബ്ദം, താഴെ പുത്രൻ തമ്പുരാൻ. ഇത് തന്നെയാണ് സ്ത്രീയുടെ സന്തതി അറിയാൻ ഒരു എവിഡൻസും കൂടെ വേണം. ആര് വരണം ഇനി? പരിശുദ്ധാത്മാവും കൂടെ വന്നാൽ അവൻ ഉറപ്പിക്കാം. നോക്കി നിൽക്കുമ്പോൾ മേഘവാളികളെ പിളർത്തിക്കൊണ്ട് പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഒന്ന് യേശുവിന് മേൽ വന്ന് ആവസിച്ചിട്ടാണ് പറയുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ. യേശു സ്നാനം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. യോഹന്നാനെ പറഞ്ഞു വിട്ടു, ജനത്തെ പറഞ്ഞു വിട്ടു. പിശാചിനെ മാത്രം പറഞ്ഞു വിട്ടില്ല, വരാൻ പറഞ്ഞു. ആർഗ്യുമെന്റ് നടത്തി. 40 ദിവസം, 3.5 വർഷവും കൂടെ ഞാനിവിടെ ഉണ്ട്. എൻ്റെ മാർഗം തടയാൻ വന്നാൽ സമയത്തിന് മുൻപേ നിന്നെ ഞാൻ ദണ്ഡിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ വാചകമായിരിക്കണം ഗദരദേശത്തേശ് കാലുകുത്തിയപ്പം 6000 ഭൂതം വന്ന് മുട്ടുകുത്തിച്ച് പറഞ്ഞു, സമയത്തിന് മുൻപേ ഞങ്ങളെ പറഞ്ഞ് അയക്കരുതേ എന്ന്. ക്രൂശിലേക്ക് വന്ന് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കുരിശിൽ മരിക്കുമ്പോൾ പിശാച് ശ്രദ്ധിച്ച ഒരു കാര്യം എന്നാണെന്നറിയാമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊരു ആത്മീക ജനനം മാത്രമാണെന്നാണ് പിശാച് വിചാരിച്ചിരുന്നത്. അവിടെയാണ് ബൈബിളിൻ്റെ മർമ്മം. അവൻ്റെ തലയെ ദൈവം തകർക്കുന്ന രംഗം. മറിയ ആദ്യജാതനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്ന് വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുരുഷന്റെ ബീജത്താൽ ജനിച്ചവനല്ല യേശു എന്നുള്ള മർമ്മം പിടികിട്ടാതിരിക്കുമ്പോൾ പാപത്തിന്റെ ശമ്പളം മരണം എന്ന് സകല മാനവാചാര നെറ്റിയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് പല്ലിളിച്ച് ചിരിച്ച് കുടുംബത്തെ മരണത്തിന് അധീനമാക്കിയിരുന്ന പിശാചിനെ യേശു ക്രൂശിൽ തകർക്കുന്ന രംഗം നിങ്ങൾ കണ്ടുകൊള്ളണം. യേശു കുരിശിൽ മരിക്കുമ്പോൾ സംഭവിച്ചത് പാപത്തിന്റെ ശമ്പളമല്ല മരണം. പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ അതെ, അത് പാപത്തിന്റെ ശമ്പളമാണ് മരണം. പക്ഷേ യേശുവിൻ്റെ മരണം പാപികൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന് പറഞ്ഞാൽ യേശു പാപത്തിൽ ജനിച്ചിട്ടില്ല, യേശു പാപം ചെയ്തിട്ടില്ല, യേശു പാപം അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ യേശു മരിക്കും? പാപമില്ലാത്ത യേശു പാപികൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ഡിക്ലറേഷൻ വരുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമകളായിരുന്നവരൊക്കെയും യേശു വിടുവിച്ചു.
അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമെന്ന കൈയെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിന്റെ പ്രഖ്യാപനമാണ് നിവൃത്തിയായി എന്നുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, രക്ഷിക്കപ്പെടാത്ത എല്ലാ ആളുകളുടെയും നെറ്റിയിൽ ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കറാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അവിടം കൊണ്ട് ബൈബിൾ അവസാനിച്ചിരുന്നെങ്കിൽ ഈ സുവിശേഷ പ്രസംഗം ഞങ്ങൾ നടത്തുകയില്ലായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഒരു കുത്ത് താഴെ ഒരു കോമയിട്ടിട്ട് യേശു പറഞ്ഞു, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇന്ന് രാത്രിയിൽ നിന്റെ നെറ്റിമേൽ പിശാച് എഴുതി വെച്ച പാപത്തിന്റെ ശമ്പളം മരണ സ്റ്റിക്കറും വലിച്ചു മാറ്റിക്കളയാൻ, പറിച്ചു മാറ്റാൻ അധികാരമുള്ള ഒരുവനെ ലോകത്തിലുള്ളൂ. പാപമില്ലാതെ പാപികൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിന്റെ രക്തത്തിനല്ലാതെ നിന്റെ സ്റ്റിക്കർ പറിച്ചു കളയാൻ ലോകത്തിൽ വേറെ ആർക്കും അവകാശമില്ല.